ഒരു ദുഃഖവാർത്തയാണ് പുറത്തു വന്നത്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതായി ഒടുവിൽ സ്ഥിരീകരിച്ചു. ഇബ്രാഹിം റൈസിയും സംഘവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ പൂർണ്ണമായും കത്തിനശിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെയാണ് പ്രസിഡന്റ് ഉൾപ്പെടെ ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 9 യാത്രക്കാരും മരിച്ചതായി സ്ഥിരീകരണം വന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലാഹിയാനും കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട്. പ്രവിശ്യാ ഗവർണർ മാലിക് റഹ്മദി, ഇറാൻ പരമോന്നത നേതാവിൻ്റെ പ്രതിനിധി ആയത്തുള്ള മുഹമ്മദ് അലി എന്നിവരും ഹെലികോപ്റ്ററിൽ റൈസിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇവരെല്ലാം കൊല്ലപ്പെട്ടു. 3 ഹെലികോപ്റ്ററുകളാണ് പ്രസിഡന്റിൻ്റെ യാത്രാ സംഘത്തിലുണ്ടായിരുന്നത്. മറ്റ് 2 ഹെലികോപ്റ്ററുകളും സുരക്ഷിതമാണ്. അപകടം നടന്നത് ഞായറാഴ്ചയാണെങ്കിലും 14 മണിക്കൂറോളം വൈകിയാണ് രക്ഷാപ്രവർത്തകർക്ക് അപകട സ്ഥലത്ത് എത്താനായത്. പ്രതികൂല കാലാവസ്ഥയായിരുന്നു പ്രധാന വെല്ലുവിളി. ജീവൻ്റെ ഒരു തുടുപ്പ് പോലും അവശേഷിക്കുന്നില്ലെന്ന് രക്ഷാപ്രവർത്തകർ വ്യക്തമാക്കിയിരുന്നു. തുർക്കിയുടെ ഡ്രോൺ സംഘമാണ് ഹെലികോപ്റ്റർ കണ്ടെത്തിയത്. മലയിടുക്കിൽ തട്ടിയാണ് അപകടം സംഭവിച്ചതെന്നാണ് പുറത്തുവരുന്ന പ്രാഥമിക വിവരം. എന്നാൽ പ്രസിഡന്റിനെ അപായപ്പെടുത്താൻ ഇസ്രായേൽ നടത്തിയ പദ്ധതിയാണ് സംഭവത്തിന് പിന്നിലെന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണിപ്പോൾ. റൈസിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയല്ല, ഇസ്രായേലിനെതിരെയുള്ള തിരിച്ചടിയാണ് പ്രധാന അജണ്ടയെന്നാണ് സൂചന. ഹിസ്ബുള്ള തലവനും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തങ്ങളുടെ അടുത്ത പരമോന്നത നേതാവിനെ വധിച്ചതിൽ 1 ഇഞ്ച് പോലും പിന്നോട്ടില്ലെന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമേരിക്കൻ ചാരസംഘടനയായ CIA സഹായത്തോടെയാണ് ഇസ്രായേൽ ഈ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നതെന്നും ഇറാൻ പറയുന്നുണ്ട്. റഷ്യയും തുർക്കിയും മറ്റ് അറബ് രാഷ്ട്രങ്ങളും ഇറാന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. റൈസിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് മുമ്പ് പകരം വീട്ടിയിരിക്കുമെന്നാണ് ഇറാൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ പശ്ചിമേഷ്യ വീണ്ടും ചോരക്കളമാകും. ഒരുപക്ഷെ ഇറാൻ ആണവായുധം പ്രയോഗിച്ചാൽ അത് കാര്യങ്ങൾ വളരെ ഗുരുതരമായ നിലയിലേക്ക് കൊണ്ടുപോകും. വിഷയത്തിൽ ഇതുവരെ ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. ഇതും സംഭവത്തിൻ്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ബന്ധപ്പെട്ടുവെന്നും അമേരിക്കൻ സൈന്യം ഇസ്രായേലിലേക്ക് തിരിച്ചതായും വാർത്തകൾ വരുന്നുണ്ട്. ഇറാൻ അസർബൈജാൻ അതിർത്തിയിൽ ഞായറാഴ്ച കിസ് ഖലാസി അണക്കെട്ട് ഉദ്ഘാടനത്തിനെത്തിയതാണ് റൈസി. അസർബൈജാൻ പ്രസിഡന്റും പങ്കെടുത്തിരുന്നു. ജുഡീഷ്യറിയുടെ തലവനായിരിക്കെ 2021 ഇറാൻ പ്രസിഡന്റായ റൈസി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയുടെ പ്രിയ ശിഷ്യനും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയാകും എന്നുവരെ കരുതപ്പെടുന്ന കരുത്തുറ്റ നേതാവാണ്. ആണവ വിഷയത്തിൽ പാശ്ചാത്യ ഉപരോധങ്ങൾ നേരിടുന്ന ഇറാൻ തങ്ങളുടെ ആണവായുധ ശേഖരത്തെക്കുറിച്ച് ഒരിക്കലും പുറത്തു പറഞ്ഞിട്ടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ആണവായുധ രാഷ്ട്രങ്ങളിലൊന്നായ ഇറാൻ പലസ്തീനിൽ നടക്കുന്ന വംശഹത്യയിൽ ഇസ്രായേലിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. കൂട്ടക്കുരുതി തുടർന്നാൽ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ലെന്നാണ് പ്രസിഡന്റ് റൈസി പറഞ്ഞത്. ഇത് ഇസ്രായേലിനെ ചൊടിപ്പിച്ചിരുന്നു. തക്കം പാർത്തിരുന്ന ഇസ്രായേൽ CIA സഹായത്തോടെ കൃത്യം നടപ്പാക്കുകയായിരുന്നുവെന്നാണ് ഇറാനെ അനുകൂലിക്കുന്നവർ ആരോപിക്കുന്നത്. എന്നാൽ ഇറാൻ്റെ ഭാഗത്തുനിന്ന് തിരിച്ചടിയുണ്ടായാൽ ഇസ്രായേലിന് അത് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനാവില്ലെന്നാണ് വിലയിരുത്തൽ. ഹമാസിനെതിരായി നടത്തുന്ന ആക്രമണത്തിൽ തന്നെ ഇസ്രായേലിൻ്റെ ആയുധശേഷി കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ശക്തമായൊരു പ്രതിരോധം ഇസ്രായേലിന് സാധ്യമാവുകയുമില്ല.